ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാടമായിട്ട് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ മുഖമൊക്കെ കഴുകിയിട്ട് നേരെ അടുക്കളയിലേക്ക് തന്നെ ഉണ്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളും അങ്ങനെ കുറച്ച് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉള്ളൊക്കെ തുടക്കി കഴിഞ്ഞിട്ട് നേരെ വന്നത് സിറ്റ് ഔട്ട് ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എടുത്തു കൊണ്ടുവച്ചതൊക്കെ കുടകളാണ് കേട്ടോ. അപ്പോൾ അത് ഓരോ ഭാഗത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ കുട കാണുകയില്ല. അപ്പോൾ പിന്നെ സിറ്റ് ഔട്ടിൽ തന്നെയാണ് വെക്കാറുള്ളത്. പിന്നെ അതേപോലെ ഹെൽമെറ്റും അതൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലുള്ള ബെഞ്ചിന് ഞാനൊന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ട് അവിടേക്കും തുടച്ച് വൃത്തിയാക്കണത്. ഇവിടെ എങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഉത്രാടത്തിൻ്റെ അന്ന് സിറ്റ് ഔട്ടിൽ വലുതായിട്ട് പൂവിടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് കണ്ടോ മഴ ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരത്താണ് തുടങ്ങിയ മഴയാണ്. അത്തത്തിൻ്റെ അന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ തന്നെ വിചാരിച്ചതാണ് മഴ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ മഴ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സൈഡത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ കുറച്ച് പൂക്കളൊക്കെ കൊടുന്ന് അലങ്കരിച്ചിട്ട് പിന്നെ സദ്യ ഉണ്ടാക്കാനാണ് തുടങ്ങുന്നത്. ഞങ്ങളധികം ഉത്രാടത്തിനാണ് കേട്ടോ എല്ലാ സദ്യവട്ടങ്ങളൊക്കെ ആക്കിയിട്ട് സദ്യ ഉണ്ടാക്കാറുള്ളത്. കാരണം തിരുവോണത്തിന് ഞാനും അവളും വിരുന്ന് പോകുമല്ലോ. പിന്നെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ഉത്രാടത്തിന് എല്ലാതും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചന്ദനവും കുങ്കുമൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാനും അടുക്കളയിലേക്കാണ് പോണത്. അപ്പോഴേക്കും അവൾ നമ്മുടെ കുറുമ ഉണ്ടല്ലോ അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും സദ്യ നമ്മൾക്കൊരു 10:30 ആവുമല്ലോ. അപ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കേണ്ടതെന്ന് വിചാരിച്ചതാ റവയുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ളതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തീ കത്തിച്ചിട്ട് ആദ്യം തന്നെ ചുക്കുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അവിയലിനുള്ള കുറച്ച് കഷ്ണങ്ങളും കൂടി നുറുക്കാണ്ട് കേട്ടോ. ഇന്നലെ വെള്ളരിക്കും കുമ്പളങ്ങയും ഒന്നും നുറുക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് നുറുക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ രാവിലേക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു അളിഞ്ഞ പോലെയെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് മാത്രം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കട്ടി കുറവായതല്ലേ. അപ്പോൾ പിന്നെ അതും കൂടി നുറുക്കിയിട്ട് അടുപ്പത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്ക് വേഗം തീയും കത്തി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതിനുള്ളതാണ് നുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അമ്മ സാമ്പാറിനുള്ളതൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ അവിയൽ അടുപ്പത്ത് വെച്ചു. അവിയൽ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അരിയാണ്ട് അടുപ്പത്തിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ എല്ലാതും ഗ്യാസുമ്മ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പോഴേക്ക് നേരത്തെ തന്നെ മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് പൂവിടാലോ എന്നുള്ള ഒരു ഇതിലുമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ള പയറാണ് നുറുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ ഡ്രസ്സ് അടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ ഓണത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വൈകിട്ടാണ് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പിന്നെ വേഗം എടുത്തിട്ടു കേട്ടോ. അതായിരുന്നു എൻ്റെ ഡ്രസ്സ്. കുട്ടികളാണെച്ചെങ്കിൽ കുറുമയും പിന്നെ ഉപ്പുമാവും പഴം പുഴുകിയതും ഒക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു നെയ്റ്റിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് നമ്മുടെ ഏകദേശം പണിയൊക്കെ അടുക്കളയത്ത് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഇനി പായസം കൂടിയും വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മക്കൾ പൂവൊക്കെ ഇട്ട് തീർത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പൂവിടാൻ വിട്ടത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വകേണ്ടി ഞാൻ ഉത്രാടൊന്നും കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് നബിദിനത്തിന് റാലി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വരുന്ന സമയത്ത് ഓടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. പിന്നെ നമ്മുടെ തറയിൽ വേറെയും പൂവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നിട്ട് മക്കൾക്കും അച്ഛനും അമ്മയും ഏട്ടനും മോനും ഒക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അവർ ഓരോന്നിനും ഇങ്ങനെ വിളിക്കുമല്ലോ. അപ്പോൾ ഏട്ട ഒപ്പം ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിതാ പുളിയഞ്ചി അച്ചാറും കാളനും ഇഞ്ചിത്തൈരും അവിയലും കുറുമയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് പായസം വെച്ചത് അടപ്പായസമാണ് കേട്ടോ. അതൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ വീട്ടിലിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് മക്കളെല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്മായിയുടെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. പുഴയിലാണെന്ന് വെച്ചെങ്കിൽ നല്ല പോലെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അത്രയ്ക്ക് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ അമ്മായിയുടെ വീട്ടിലേക്ക് എത്തി. ഇവിടെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള കുട്ടികളൊക്കെ ഒന്ന് കമ്പനിയായി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ കൂടെയൊക്കെ കുറേ നേരം കളിച്ചു കേട്ടോ. ഞാനാണെച്ചെങ്കിൽ മൂക്കുത്തി വെച്ചിട്ട് മൂക്കുത്തി എല്ലാവരും നല്ല ഭംഗിയുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെയും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മൂക്ക് കുത്തിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ പോവാൻ നേരമായപ്പോഴേക്ക് ഇവരൊക്കെ സെറ്റായിട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് ഒരു കമ്പനി ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പണ്ട് എത്രയേ കളിച്ചതാണല്ലേ ഇങ്ങനെ കോലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവന് വണ്ടിയാണ് പറഞ്ഞിട്ട് അതും എടുത്തും കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവരുടെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് പോന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് മയിലുകളെയും കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉത്രാടം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നാലും ഓരോ ദിവസവും കടന്നു പോണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.